ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 മാർച്ച് 4 ചൊവ്വാഴ്ച, കുംഭമാസത്തിലെ ഭരണി നക്ഷത്രമാണ്. അന്ന് പഞ്ചമി തിഥിയും കൂടിയാണ്. ഭദ്രകാളി ദേവിയെ, മഹാമായയെ പൂജിക്കുന്നതിന്, മഹാമായയെ പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ദിവസമാണ് 2025 മാർച്ച് മാസം 4 ചൊവ്വാഴ്ച, കുംഭം 20. ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് ചൊവ്വാഴ്ച. ഭഗവതിയുടെ തിരുനാളാണ് ഭരണി. അതുപോലെ പഞ്ചമി തിഥി, മഹാദേവിയെ പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും ഉത്തമമാണ് പഞ്ചമി. പഞ്ചമി പഞ്ചഭൂതേശി എന്ന് നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ മഹാദേവിയെ സ്തുതിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചമി ആര് തന്നെയാണ്? മഹാദേവി തന്നെയാണ്. ത്രിലോകങ്ങളെയും കീഴടക്കി സകലമാന മനുഷ്യരെയും ദ്രോഹിച്ചുകൊണ്ട് നടന്നിരുന്ന ദാരികനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നും അവതരിച്ച മഹാദേവിയാണ് ആര്? ഭദ്രകാളി ദേവി. നമ്മുടെ കേരളത്തിൽ ഏകദേശം 80% ആളുകളുടെയും പരദേവതയാണ് ആര്? ഭദ്രകാളി ദേവി. മഹാദേവിയുടെ അവതാരം തന്നെയാണ്, ശ്രീ പാർവതീദേവിയുടെ അവതാരം തന്നെയാണ് ആര്? ഭദ്രകാളി. നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ ശിവപ്രിയ എന്ന് പറയുന്നുണ്ട്. ശിവപ്രിയ ആരാണ്? ഭദ്രകാളി ദേവിയാണ്. ശ്രീ പാർവതീദേവിയുടെ മറ്റൊരവതാരമാണ്. ദാരികൻ എന്ന അസുരന് ബ്രഹ്മദേവനാണ് വരം നൽകിയത്. ദാരികൻ ത്രിലോകങ്ങളെയും ആക്രമിച്ച് കീഴടക്കി എല്ലാവരെയും തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്രഹ്മദേവനും മഹാവിഷ്ണുവിനും പരമശിവനും ഒന്നും തന്നെ ദാരികനെ വധിക്കുവാൻ സാധിച്ചിരുന്നില്ല. അവസാനം ദാരികനെ വധിച്ചതാരാണ്? ഭദ്രകാളി ദേവിയാണ്. ശിവപുത്രിയായ കാളിയാണ് ദാരികനെ വധിച്ചത്. മഹാദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷമാണ്. നമ്മൾ വിചാരിക്കും ഭദ്രകാളി ദേവി ഉഗ്രരൂപിണിയാണെന്ന്. ശരിയാണ്, ദേവി ഉഗ്രരൂപിണി തന്നെയാണ്. പക്ഷേ ഇത്രത്തോളം ഭക്തപ്രിയയായ ദേവിയുടെ മറ്റൊരു രൂപം ഇല്ല എന്ന് നമുക്ക് പറയാം. കാരണം എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും അകറ്റി ഭക്തർക്ക് സുഖം പ്രദാനം ചെയ്യുന്ന മഹേശ്വരിയാണ് ആര്? ഭദ്രകാളി ദേവി. ആശ്രയിക്കുന്ന ആരെയും ദേവി ഉപേക്ഷിക്കാറില്ല. ചൊവ്വാഴ്ച ദിവസം, വെള്ളിയാഴ്ച ദിവസമൊക്കെ മഹാദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. നമ്മൾ ലൗകിക ജീവിതം ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ആളുകൾ മഹാദേവിയെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകും എന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ശത്രുക്കളെ കൊണ്ടുള്ള ദോഷം അനുഭവിക്കുന്നവരെ, ഈ ശത്രുക്കളെ കൊണ്ടുള്ള ദോഷമെന്ന് പറയുന്നത് എന്താണ്? നിരന്തരം നമ്മളെ അനാവശ്യം പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു. ഒരു തരത്തിലും നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിനൊക്കെ പാര വെക്കുന്നു. ഈ കലിയുഗത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം മനുഷ്യരുണ്ട്. ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കേണ്ടത് ആരാണ്? ശ്രീ പാർവതീദേവിയുടെ അവതാരമായ ഭദ്രകാളിയാണ്. അവരെ ഉപദ്രവിക്കാൻ, അതായത് നമ്മളുടെ ശത്രുഭാവത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ദോഷമുണ്ടാക്കണം എന്ന് യാതൊരു കാരണവശാലും ഭഗവതിയുടെ അടുത്ത് ചെന്ന് നിന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. പിന്നെ എന്താണ് പ്രാർത്ഥിക്കേണ്ടുന്നത്? സകലവിധത്തിലുള്ള ബാധ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിച്ച് നേർവഴി കാണിച്ചു തരയണമേ. ശരിയായ പാതയിൽ കൂടി സഞ്ചരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ബുദ്ധിയും എൻ്റെ ചിന്തയും എൻ്റെ ശരീരവും എൻ്റെ മനസ്സും നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിന് അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ.
ഇത്ര മാത്രമേ പ്രാർത്ഥിക്കാവൂ. അപ്പോൾ ആര് നമുക്കെതിരെ എന്തൊക്കെ ചെയ്താലും നമ്മളെ അതൊന്നും ബാധിക്കുകയില്ല. ഭഗവതി ഒരു സംരക്ഷണ കവചം പോലെ നമ്മളെ കാത്തു സംരക്ഷിച്ചു കൊള്ളും. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്ന ആളിൻ്റെ പേരുപോലും അയാളുടെ മുഖം പോലും നമ്മുടെ മനസ്സിലേക്ക് വരരുത്. നമ്മളെ കാത്തു രക്ഷിക്കണമേ എന്ന് മാത്രമേ ഭഗവതിയോട് പറയാവൂ. നമ്മുടെ ശരീരവും മനസ്സും എല്ലാം തന്നെ, ബുദ്ധിയും എല്ലാം തന്നെ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ഭഗവതിയോട് പ്രാർത്ഥിക്കണം. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് തിരിച്ച് നമ്മൾ യാതൊരു ഉപദ്രവവും ശരീരം കൊണ്ടോ കണ്ണുകൊണ്ടോ നോട്ടം കൊണ്ടോ നമ്മുടെ വാക്കുകൊണ്ടോ ഒന്നും തന്നെ, പ്രവൃത്തി കൊണ്ടോ ഒന്നും നമ്മൾ തിരിച്ച് ഒന്നും പറയാൻ പോകണ്ട. നമ്മുടെ സകല ദുഃഖങ്ങളും എവിടെ ഇറക്കി വെക്കണം? മഹാദേവിയുടെ തൃപ്പാദങ്ങളിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഭഗവതി നേർവഴി നമുക്ക് കാണിച്ചു തരും. ചൊവ്വാദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ ശനിദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കണ്ടകശനി, ഏഴര ശനി ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ തന്നെ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഫലം പ്രദാനം ചെയ്യും. അതുപോലെ മകയിരം നക്ഷത്രം, അവിട്ടം നക്ഷത്രം, അതുപോലെ അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക നക്ഷത്രം, അതുപോലെ വിശാഖം നക്ഷത്രം, അനിഴം നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം, ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രക്കാർ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷമാണ്. കണ്ടകശനി, അതുപോലെ ഏഴരാണ്ട് ശനി, ചൊവ്വാദോഷം മൂലം കഷ്ടപ്പെടുന്നവർ, ചൊവ്വാദശയിൽ ഇപ്പോൾ നമ്മൾ ജീവിച്ചു പോകുന്ന ആളുകൾ, നിരന്തരം രോഗങ്ങൾ, ചെറിയ ചെറിയ രോഗങ്ങൾ കൊണ്ട് ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെടുന്ന ആളുകൾ, ഇപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ തന്നെ ആയാലും പരീക്ഷയൊക്കെ വരും. പക്ഷേ പരീക്ഷയൊക്കെ വരുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പനിയോ വയറിന് വേദനയോ ഒക്കെ വന്നിട്ട് ശരിയായി പഠിക്കാനും പരീക്ഷ എഴുതാനും ഒന്നും പറ്റാത്ത ഒരവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥകൾ പല കുട്ടികൾക്കും ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായും ഭഗവതിക്ക് ഒരു കടുംപായസം കഴിപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിന്നും മാറ്റമുണ്ടാകും. അപ്പം അങ്ങനെ ഈ സ്ഥിരമായി നമുക്ക് പരീക്ഷ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവരുടെ നാൾ തോറുമോ അതല്ലെങ്കിൽ പക്കപ്പുറന്നാൾ തോറുമോ എല്ലാ മാസവും ഭഗവതിക്ക് കടുംപായസം കഴിപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും മാറ്റമുണ്ടാകുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അമ്മയോട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ അനുഗ്രഹിക്കണമേ, നമ്മളെ നേർവഴി കാണിച്ചു തരയണമേ എന്ന് നമ്മൾ തികഞ്ഞ മനഃശുദ്ധിയോടുകൂടി അപേക്ഷിക്കണം, പ്രാർത്ഥിക്കണം. അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന യാതൊരു കാര്യങ്ങളും നമ്മൾ ഭഗവതിയോട് പറയാൻ പാടില്ല, പരാതികൾ പറയാൻ പാടില്ല. നമ്മളെ കാത്തു സംരക്ഷിക്കണമേ എന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഭഗവതിയോട് പറയാൻ പാടുള്ളൂ. ഭഗവതിക്ക് ചുവന്ന തെറ്റിപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ വിശേഷമാണ്. ചുവന്ന തെറ്റിപ്പൂക്കൾ കൊണ്ട് മാല സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. കടുംപായസം കഴിപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. അതുപോലെ ഗുരുതി പോലെയുള്ള വഴിപാടുകൾ സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. നമ്മളെ കൊണ്ട് സാധിക്കുന്നത് നമ്മുടെ യഥാശക്തി വഴിപാടുകൾ ഭഗവതിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ വിശേഷമാണ്. അപ്പോൾ കുംഭമാസത്തിലെ ഈ ഭരണി വന്നിരിക്കുന്നത് പഞ്ചമി തിഥിയിലാണ്, ചൊവ്വാഴ്ചയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ വളരെ വിശേഷപ്പെട്ട ദിവസത്തിലാണ് കുംഭഭരണി വന്നിരിക്കുന്നത്. അപ്പോൾ അന്നേ ദിവസം നമ്മൾ ഓം ഭദ്രകാളിയെ നമ എന്ന് 108 തവണ ജപിക്കുന്നത് വളരെ വിശേഷമാണ്. ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ വിശേഷമാണ്. ഭദ്രകാളി ദേവിയുടെ നാമങ്ങൾ ഉച്ചരിക്കുന്നത് വളരെ വിശേഷമാണ്. അതുപോലെ ഭദ്രകാളി 10 നമ്മൾ ജപിക്കുന്നത് അത് വളരെ വിശേഷമാണ്. നമുക്കറിയാവുന്ന നാമങ്ങളൊക്കെ ജപിച്ച് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷമാണ്. ഇനി നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം. ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ്. ഉമയുടെ കാളിക അവതാര കഥ. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളണം, ക്ഷമയോടുകൂടി ഭക്തിയോടുകൂടി കേൾക്കണം. മഹേശ്വരൻ്റെ പത്നിയാണ് ആദിശക്തിയായ ഉമാദേവി. ദേവി തന്നെയാണ് ത്രിലോകങ്ങളെയും വിറപ്പിക്കുന്ന
ത്രിലോകങ്ങളെയും സംരക്ഷിക്കുന്ന പരാശക്തി. ദക്ഷകന്യകയായ സതിയും ഹിമവാന്റെ പുത്രി പാർവതിയും ഉമാദേവിയുടെ 2 അവതാരങ്ങളാണ്. പണ്ട് സ്വാരോചിഷ മന്വന്തരത്തിൽ വിരധൻ എന്ന പേരിൽ പ്രസിദ്ധനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു സുരഥൻ. അയാൾ മഹാനും മഹാശക്തനും പ്രബലനുമായിരുന്നു. ദാനധർമാദികളിൽ നിപുണനും സത്യസന്ധനും വിദ്വാനും എന്നതിനു പുറമേ ഉത്തമ ദേവീ ഭക്തനുമായിരുന്നു ആര്? സുരഥൻ. സുരഥൻ കോലാപുരത്തിലെ രാജാവായ ശേഷം തൻ്റെ പ്രജകളെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കുകയും ദേവേന്ദ്രനു തുല്യം രാജ്യം ഭരിക്കുകയും ചെയ്തു പോന്നു. ഇതിൽ അസൂയാലുക്കളായ അയൽ രാജ്യത്തിലെ രാജാക്കന്മാർ സുരഥനെ ആക്രമിച്ച് രാജ്യം തട്ടിയെടുക്കുന്നതിന് തീരുമാനിക്കുന്നു. അയൽ രാജാക്കന്മാർ 9 പേരുണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അവർ സുരഥൻ്റെ രാജധാനിയെ 4 ഭാഗത്തു നിന്നും ആക്രമിച്ചു. ഇതറിഞ്ഞ രാജാവ് പടക്കളത്തിലിറങ്ങി ഭയങ്കരമായ യുദ്ധം ചെയ്തു. അപ്രതീക്ഷിതമായ ആക്രമണവും പ്രബലരായ ശത്രുക്കളും മൂലം സുരഥന് യുദ്ധത്തിൽ പരാജയമാണ് സംഭവിച്ചത്. ശത്രുക്കൾ അങ്ങനെ രാജ്യം കൈക്കലാക്കി. അങ്ങനെ സുരഥനെ രാജ്യത്തു നിന്നും അവർ ഓടിച്ചുവിട്ടു. ദുഃഖിതനായ രാജാവ് തൻ്റെ മന്ത്രിമാരെയും കൂട്ടി മറ്റൊരു നഗരത്തിൽ ചെന്ന് താമസിക്കുവാൻ തുടങ്ങി. എന്നിട്ട് ആ നഗരം ഭരിച്ചു വന്നു. എന്നാൽ ശത്രുക്കൾ അവിടെയും എത്തിച്ചേർന്ന് സുരഥനെ ആക്രമിച്ചു. ആ യുദ്ധത്തിലും അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? പരാജയം സംഭവിച്ചു. നിർഭാഗ്യവശാൽ തൻ്റെ മന്ത്രിമാർ പോലും തനിക്ക് ശത്രുക്കളായി ഭവിച്ചു എന്ന് രാജാവിന് മനസ്സിലാകുന്നു. അവർ രാജഭണ്ഡാരം കൊള്ളയടിച്ചു. പണം മുഴുവനും കൈക്കലാക്കി. നിരാശനായ രാജാസുരഥൻ നായാട്ടിനെന്നതുപോലെ ഒറ്റയ്ക്ക് ഒരു കുതിരപ്പുറത്തു കയറി നഗരത്തിന് വെളിയിൽ വന്നിട്ട് ഇടതൂർന്ന വനത്തിലേക്ക് സഞ്ചരിച്ചു. അവിടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ ഒരു ആശ്രമം അദ്ദേഹം കണ്ടെത്തുന്നു. വളരെ മനോഹരമായ പൂന്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു ആശ്രമം. അവിടെ വേദമന്ത്രങ്ങൾ മുഴങ്ങിക്കേട്ടിരുന്നു. ജീവജാലങ്ങൾ ശാന്തരായി കാണപ്പെട്ടു. മുനിയും ശിഷ്യന്മാരും ഉപശിഷ്യന്മാരെയും അവിടെയെല്ലാം കാണപ്പെട്ടു. ബ്രാഹ്മണ ശ്രേഷ്ഠനായ മേധയുടെ പ്രഭാവത്താൽ ആ ആശ്രമത്തിൽ ദുഷ്ടമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായിരുന്നില്ല. സുരഥ രാജാവിനെ കണ്ട് മുനീശ്വരനായ മേധ സ്നേഹത്തോടുകൂടി ആഹാരവും ഇരിപ്പിടവും നൽകി രാജാവിനെ സൽക്കരിച്ചു. ഒരിക്കൽ പരമദയാലുവും വിദ്വാനുമൊക്കെയായിരുന്ന രാജാവ് വിവിധ ചിന്തകളിൽ മുഴുകി അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ ഒരു വൈശ്യൻ വന്നു ചേർന്നു. അയാളുടെ മുഖത്ത് വളരെയധികം ദുഃഖമായിരുന്നു കാണപ്പെട്ടത്. രാജാവ് ആ വൈശ്യനോട് ഇങ്ങനെ ചോദിച്ചു: സഹോദര, നിങ്ങൾ ആരാണ്? എവിടെ നിന്നും വരുന്നു? അങ്ങയുടെ മുഖത്ത് ധാരാളം ദുഃഖം കാണുന്നു. എന്തു പറ്റി? എല്ലാം എന്നോട് തുറന്നു പറയുക. രാജാവിൻ്റെ സ്നേഹത്തോടുകൂടിയുള്ള ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടപ്പോൾ ആ വൈശ്യൻ വളരെയധികം സന്തോഷിച്ചു. എന്നിട്ട് സന്തോഷത്തോടുകൂടി കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു: അല്ലയോ രാജാവേ, ഞാൻ ഒരു വൈശ്യനാണ്. എൻ്റെ പേര് സമാധി എന്നാണ്. ഒരു സമ്പന്ന കുടുംബത്തിൽ പിറന്നവനാണ് ഞാൻ. എന്നാൽ എൻ്റെ ഭാര്യയും മക്കളും പണത്തിനോടുള്ള അത്യാഗ്രഹം മൂലം എൻ്റെ സ്വത്തെല്ലാം കൈക്കലാക്കിയിട്ട് എന്നെ അടിച്ചു പുറത്താക്കിയിരിക്കുന്നു. നിരാശ്രയനായ ഞാൻ ഇവിടെ വന്നുപെട്ടു. എനിക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു കാര്യവും അറിയാൻ സാധിക്കാത്തതിനാലാണ് ഞാൻ ഇങ്ങനെ വിഷമിക്കുന്നത്. അവരെന്നെ ദ്രോഹിച്ചാലും അവരെൻ്റെ കുടുംബാംഗങ്ങൾ അല്ലാതാവുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരെ പറ്റി ഓർത്ത് എനിക്ക് വളരെയധികം ദുഃഖം തോന്നുന്നു. വൈശ്യൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ രാജാവ് ചോദിച്ചു: ദുരാചാരിയും പണക്കൊതിയന്മാരുമായ മക്കൾ നിങ്ങളെ അടിച്ചിറക്കിയിട്ടും പിന്നെയും എന്തിനാണ് നിങ്ങൾ അവരെ പറ്റി ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ അവരെ ഇങ്ങനെ വീണ്ടും സ്നേഹിക്കുന്നത്?
അപ്പോൾ ആ വൈശ്യൻ പറയുകയാണ്, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. എങ്കിലും എനിക്കവരോട് വലിയ സ്നേഹമാണ്. അവരെന്നെ എത്ര വിഷമിപ്പിച്ചിട്ടും എൻ്റെ മനസ്സ് അവരെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ രാജാവും അതുതന്നെ ഓർത്തു. കാരണം രാജാവും മോഹത്താൽ ബന്ധിതനായിരുന്നു. രാജാവും തനിക്ക് നഷ്ടപ്പെട്ട രാജ്യത്തെപ്പറ്റി തന്നെയായിരുന്നു എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരിരുവരും ചേർന്ന് മുനിശ്രേഷ്ഠനായ മേധയുടെ അടുക്കലെത്തിച്ചേർന്നു. രാജാവും വൈശ്യനും മുനിയെ കൈകൂപ്പി വണങ്ങിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരുടെയും ഇപ്രകാരമുള്ള ചിന്തകളെ മുറിച്ചു തരണം. ഞങ്ങൾ മോഹത്താൽ ബന്ധിതരാണ്. എന്നെ രാജ്യലക്ഷ്മി ഉപേക്ഷിച്ചു. ഞാൻ ഇന്ന് ഭയങ്കരമായ ഈ വനത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. എന്നിട്ടും ഞാൻ രാജ്യത്തെപ്പറ്റി ഓർത്തുകൊണ്ടേയിരിക്കുന്നു. രാജ്യലക്ഷ്മിയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് എൻ്റെ ദുഃഖം. ഇയാളൊരു വൈശ്യനാണ്. ഭാര്യയും മക്കളും ബന്ധുക്കളുമെല്ലാം കൂടി ഇയാളെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കി. എന്നിട്ടും ഇദ്ദേഹം അവരെപ്പറ്റി ഓർത്തുകൊണ്ടേയിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മമത അവരുടെ അടുക്കൽ നിന്നും വിട്ടുപോകുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അറിവുള്ളവരായിട്ട് പോലും ഞങ്ങൾ രണ്ടുപേരുടെയും മനസ്സ് മോഹത്താൽ വ്യാകുലമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതെന്തു മായയാണ്? രാജാവിൻ്റെ ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ കേട്ടപ്പോൾ മുനീശ്വരൻ ഇങ്ങനെ പറഞ്ഞു, മഹാരാജാവേ, സനാതന ശക്തി സ്വരൂപമായ ജഗദംബ മഹാമായയാണ്. ആ മഹാമായയാണ് സകലരുടെയും മനസ്സിനെ മോഹത്തിലാഴ്ത്തുന്നത്. ജഗദംബയുടെ മായയാൽ മോഹിതരായി തീർന്നിരിക്കുകയാൽ ബ്രഹ്മാവ് മുതലായ സകല ദേവന്മാർക്കും ആ പരമമായ തത്വത്തെ പോലും പലപ്പോഴും അറിയാൻ സാധിക്കുന്നില്ല. പിന്നെ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ? ത്രിമൂർത്തികൾ പോലും പല സമയത്തും മഹാദേവിയുടെ മായയാൽ മോഹിതരാകാറുണ്ട്. ദേവന്മാർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെയാണോ വെറും നിസാരരായ മനുഷ്യരുടെ കാര്യം? ജഗദംബിക തന്നെയാണ് ലോകത്തെ മുഴുവനും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത്. തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് രൂപം ധരിക്കുന്നവളും വരദായിനിയുമായ ജഗദംബ ആരിൽ പ്രസന്നയാകുന്നുവോ അവർ മാത്രമാണ് മോഹമാകുന്ന ബന്ധത്തെ ഭേദിക്കുന്നത്. ഇപ്രകാരമുള്ള മുനിയുടെ വാക്കുകൾ കേട്ടപ്പോൾ മഹാരാജാവ് വീണ്ടും ചോദിക്കുകയാണ്, മഹാമുനി, എല്ലാവരെയും മോഹിപ്പിക്കുന്ന ആ ദേവി മഹാമായ ആരാണ്? എങ്ങനെയാണ് ദേവി അവതരിച്ചത്? അങ്ങ് എനിക്ക് പറഞ്ഞു തരാമോ? അപ്പോൾ മഹാമുനി കഥ പറയുകയാണ്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ലോകം മുഴുവനും മഹാസമുദ്രത്തിൽ ആണ്ട് കിടക്കുകയായിരുന്നു. അതിനാൽ യോഗീശ്വരനായ ഭഗവാൻ കേശവൻ ശേഷശയ്യയിൽ യോഗനിദ്രയെ അവലംബിച്ച് ശയിച്ചിരുന്നു. അത് അനേകം നാൾ തുടർന്നു. അപ്പോൾ വിഷ്ണു ഭഗവാന്റെ കർണമലത്തിൽ നിന്ന് 2 അസുരന്മാരുണ്ടായി. അവരാണ് മധു എന്നും കൈഡബൻ എന്നും പ്രസിദ്ധരായ അസുരന്മാർ. അവർ ഇരുവരും ഭീമാകാരന്മാരും ഘോരന്മാരുമായിരുന്നു. പ്രളയകാല സൂര്യൻ എന്നതുപോലെ മഹാ തേജസ്വികളുമായിരുന്നു. അവരുടെ താടിയെല്ലുകൾ വളരെ വലുതും ദംഷ്ട്രകൾ ഭയങ്കരങ്ങളുമായിരുന്നു. അതിനാൽ ലോകത്തെ മുഴുവനും ഭക്ഷിക്കാൻ പോവുകയാണോ എന്ന് നമുക്ക് തോന്നുമായിരുന്നു. അവരിരുവരും മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നുണ്ടായ താമരപ്പൂവിലിരിക്കുന്ന ബ്രഹ്മാവിനെ കണ്ട് ഇങ്ങനെ ചോദിച്ചു, എടാ, നീ ആരാണ്? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അവർ രണ്ടുപേരും കൂടി ബ്രഹ്മദേവനെ കൊല്ലാനൊരുങ്ങി. ബ്രഹ്മാവ് നോക്കിയപ്പോൾ അതാ 2 അസുരന്മാർ രണ്ടുപേരും കൂടി തന്നെ കൊല്ലാൻ വരുന്നു. ഭഗവാനാകട്ടെ സമുദ്രത്തിൽ പാലാഴിയിൽ നിദ്ര കൊള്ളുന്നു.
നിസ്സഹായനായ ബ്രഹ്മദേവൻ പരമേശ്വരിയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അമ്മേ മഹാമായേ, അംബികേ, ശ്രീ പാർവതി പരമേശ്വരി, അവിടുന്ന് ഈ 2 ദൈത്യന്മാരെയും മോഹിപ്പിക്കുകയും അജനായ ഭഗവാൻ നാരായണനെ ഉണർത്തുകയും ചെയ്യണമേ. ഇങ്ങനെ ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചപ്പോൾ സകല വിദ്യകളുടെയും അതിദേവിയായ ജഗദംബിക മീനമാസത്തിലെ വെളുത്ത പക്ഷത്തില് 12 ദിവസം ത്രൈലോക്യമോഹിനിയായ ശക്തിയുടെ രൂപത്തിൽ പ്രത്യക്ഷയായി. മഹാദേവി മഹാകാളി എന്ന പേരിൽ വിഖ്യാതയായി. അതിനുശേഷം ആകാശത്തു നിന്നും ഇങ്ങനെ ഒരു ആകാശവാണി കേട്ടു. ഹേ കമലാസന, പേടിക്കണ്ട. ഇന്ന് യുദ്ധത്തിൽ മധുകൈടഭന്മാരെ വധിച്ച് ഞാൻ നിങ്ങളുടെ ബാധ നശിപ്പിക്കുന്നതാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മഹാമായ ശ്രീഹരിയുടെ നയനം, മുഖം മുതലായവയിൽ നിന്നും പുറപ്പെട്ട് ബ്രഹ്മദേവന്റെ ദൃഷ്ടിപഥത്തിൽ വന്ന് നിലകൊണ്ടു. അനന്തരം ദേവാദിദേവനായ മഹാവിഷ്ണു ഉണർന്നെഴുന്നേറ്റു. അദ്ദേഹം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മധുകൈടഭന്മാരെ കാണുകയാണ്. അതുല്യ തേജസ്വിയായ വിഷ്ണു ആ അസുരന്മാരുമായി 5000 വർഷം ഭയങ്കരമായ ബാഹുയുദ്ധം നടത്തി. അപ്പോൾ മഹാമായയുടെ പ്രഭാവത്താൽ മോഹിതരായ ആ അസുരന്മാർ, അതായത് മധുവും കൈടഭനും, ലക്ഷ്മീപതിയോട് ഇങ്ങനെ പറഞ്ഞു: ഹേ മഹാവിഷ്ണു, നിങ്ങൾ ഞങ്ങളിൽ നിന്നും ഇഷ്ടമുള്ള വരം വാങ്ങിക്കൊള്ളുക. അത് കേട്ടപ്പോൾ മഹാവിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ എന്നിൽ സന്തുഷ്ടരാണെങ്കിൽ എൻ്റെ കൈകൊണ്ട് മരിക്കണം എന്നുള്ളതാണ് എൻ്റെ വരം. ഇതാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾക്കിത് തരാൻ സാധിക്കുമെങ്കിൽ തരിക, മറ്റൊന്നും എനിക്ക് വേണ്ട. അപ്പോഴാണ് അസുരന്മാർക്ക് അബദ്ധം മനസ്സിലായത്. അവർ ചുറ്റും നോക്കി. ഭൂമി മുഴുവനും ഒരു വൻ സമുദ്രമായിരിക്കുന്നു. അപ്പോൾ അവർ നാരായണനോട് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളെ 2 പേരെയും വെള്ളം കൊണ്ട് നനയാത്ത സ്ഥലത്തു വെച്ച് കൊന്നുകൊള്ളുക. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: വളരെ നല്ലത്. തുടർന്ന് തൻ്റെ തുടയാകുന്ന വെള്ളമില്ലാത്ത സ്ഥലത്തു വെച്ച് അവരുടെ ശിരസ് അദ്ദേഹം തൻ്റെ ചക്രായുധത്താൽ മുറിച്ചു. ഇങ്ങനെയാണ് കാളികാദേവിയുടെ ഉൽപ്പത്തി. കാളികാദേവിയും ഭദ്രകാളിയും മഹാദേവിയുടെ 2 അവതാരങ്ങളാണ്. ഭദ്രകാളി ദേവി പരമേശ്വരനിൽ നിന്നും കാളികാദേവി മഹാവിഷ്ണുവിൽ നിന്നുമാണ് അവതാരം ചെയ്തത്. ഭദ്രകാളി ദേവി ദാരികനെ വധിക്കുന്നതിനായി മഹേശ്വരന്റെ തൃക്കണ്ണിൽ നിന്നും ജനിച്ചപ്പോൾ മധുകൈടഭന്മാരെ മോഹത്താൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി നാരായണന്റെ മുഖത്തു നിന്നും നയനങ്ങളിൽ നിന്നും ഉത്ഭവിച്ചതാണ് കാളിക. 2 പരമേശ്വരിയുടെ അവതാരങ്ങളാണ്. ചൊവ്വാഴ്ച ദിവസവും ഭരണി ദിവസവും കൂടി ചേർന്ന് വരുന്ന, പഞ്ചമി തിഥിയും കൂടി ചേർന്ന് വരുന്ന 2025 മാർച്ച് മാസം 4-ാം തീയതി കുംഭമാസത്തിലെ ഭരണി ദിവസം മഹാദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷമാണ്. ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. അതിന് സാധിച്ചില്ലെങ്കിൽ ദേവീക്ഷേത്ര ദർശനമെങ്കിലും ചെയ്യാനായി ശ്രമിക്കുക. അതിനും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് മഹാദേവിയെ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും മഹാദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ച് ചൊവ്വാദശാകാലം അനുഭവിക്കുന്നവര്, രോഗദുരിതങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവര്, മറവി, നമ്മൾ എത്ര പഠിച്ചാലും ഓർക്കുന്നില്ല, കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി പ്രായമാകുമ്പോഴൊക്കെ ഈ മറവികളൊക്കെ ഉണ്ടാകും. അങ്ങനെ ബുദ്ധിമുട്ടുന്നവർ,
പഠിത്ത കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നവരെ എത്ര പഠിച്ചാലും ഓർക്കുന്നില്ല. പരീക്ഷ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കുന്നില്ല. എത്ര നന്നായി പരീക്ഷ എഴുതിയാലും നമുക്ക് വേണ്ട വിധത്തിലുള്ള മാർക്കുകൾ ലഭിക്കുന്നില്ല. എത്ര നന്നായി തൊഴിൽ ചെയ്താലും നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല. എന്തു ചെയ്താലും മുടക്കം, ആകെ വീട്ടിൽ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളിൽ നിന്നും ഒരമ്മ തൻ്റെ മക്കളെ എങ്ങനെ കാത്തു സംരക്ഷിക്കുന്നുവോ അതേപോലെ തന്നെ പരമേശ്വരിയായ ജഗദംബ നമ്മളെ കാത്തു സംരക്ഷിച്ചു കൊള്ളുമെന്ന് ഓർക്കുക. പരമേശ്വരിയെ പ്രാർത്ഥിക്കുക. അന്നേ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി മഹാമായയുടെ നാമങ്ങൾ പരമാവധി സമയം ആവർത്തി ജപിക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. മഹാമായയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.